കശുവണ്ടിക്കള്ളൻ കെ.എ. രതീഷിന് എങ്ങനെയാണ് ഇങ്ങനെ ഉന്നത പദവി കിട്ടുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ഓർക്കണം. അതെ, പൂക്കിയും പെട്ടു, പൂക്കിയുടെ കൂട്ടത്തിലുള്ളവരും പെട്ടു. കാരണം ഇയാൾ കുഞ്ഞാലിക്കുട്ടിയുടെ ആളാണ്. കെ.എ. രതീഷ്. കെ.എ. രതീഷിനെ പ്രേക്ഷകർക്ക് അറിയാമെന്ന് കരുതുന്നു. വിജിലൻസ് കേസിൽ പ്രതിയാണ്. എന്താണ്? തോട്ടണ്ടി ഇറക്കുമതിയിൽ 500 കോടിയുടെ അഴിമതി നടത്തിയതിന് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്ത വിജിലൻസ് കേസിൽ പ്രതിയാണ്. അയാൾ ഇപ്പോഴും സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള 3 സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശന് തൊട്ട് താഴെ. ഇതൊക്കെയായിരുന്നത് ഖാദി ബോർഡ് സെക്രട്ടറി, പിന്നെ റൂട്രോണിക്സ് എം.ഡി, പിന്നെ ഖാദി ബോർഡ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ബോർഡ് അതിന്റെ സിഇഒ. ഇങ്ങനെ 3 പദവിയിൽ ആണ് ഈ രതീഷ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രതീഷിന് ഈ 3 പദവിയും കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അതാണ് വിജിലൻസ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നത്. രതീഷ് ഇതേ പോസ്റ്റിൽ തുടരുകയാണ്. രതീഷിന്റെ പ്രായപരിധി കഴിഞ്ഞ ആളാണ്, 67 വയസ്സായി. അയാൾ ഇതേ പോസ്റ്റിൽ തുടരുകയാണ്. ഇയാൾക്ക് ഒരു കാരണവശാലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് 65 വയസ്സിന് മേൽ പ്രായമുള്ളവരെ നിയോഗിക്കാൻ പാടില്ല എന്നുള്ള ചട്ടം നിലനിൽക്കുമ്പോഴാണ്. പക്ഷേ രതീഷ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. ഇടതുപക്ഷത്തിനും BJPക്കും UDFനും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ രതീഷ് എന്ത് ചെയ്തു? സതീശൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇത് ലൈവായിട്ട് നിൽക്കുകയാണ് രതീഷിന്റെ വിഷയം. രതീഷിനെതിരെ കേസ് കൊടുത്തത് കടകംപള്ളി മനോജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അയാൾ കേസ് കൊടുക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ്. പിണറായി വിജയന്റെ കാലത്ത് അയാൾ കേസ് കൊടുക്കുന്നു. എല്ലാ കേസും സുപ്രീം കോടതി വരെയുള്ള കേസിൽ അയാൾ വിജയിക്കും. എന്നിട്ടും പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നില്ല. ആർക്ക് കൊടുക്കുന്നില്ല? രതീഷിന് കൊടുക്കുന്നില്ല. പിണറായി വിജയൻ സർക്കാർ മാറി, സതീശൻ സർക്കാർ വന്നു. എല്ലാവരും കരുതി ഇപ്പം അനുമതി കൊടുക്കും. അതും കൊടുത്തില്ല. ഒടുവിൽ ഹൈക്കോടതി അതിശക്തമായിട്ട് ഇടപെട്ട് ഒറ്റ പിടിയാലെ പിടിച്ചിട്ട് വിചാരണയ്ക്ക് അനുമതി കൊടുക്കുന്നു. അതും കോടതിയെ കളിയാക്കിക്കൊണ്ട് ആദ്യം കൊടുത്തു. അതെ, നിങ്ങൾ വിചാരണ കോടതിയെ പോലെയാണ് പെരുമാറുന്ന, മര്യാദയ്ക്ക് സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ഭീഷണിയാണ് അങ്ങോട്ട് പോയത്. അഡ്വക്കേറ്റ് ജനറലിന് കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം എടുത്ത് മാറ്റി വെച്ചിട്ട് പുതുതായിട്ട് കൊടുത്ത് കോടതിയോട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ അതേ കടകംപള്ളി മനോജ് തന്നെയാണ് ഇപ്പോൾ രതീഷിനെതിരെ വീണ്ടും രംഗത്ത് വന്നത്. ഇതിപ്പോൾ കെ.എം. ഷാജഹാനാണെന്ന് പറയുന്നു ഈ കേസ്. ഇപ്പോഴത്തെ ഇയാൾ ഇപ്പോഴും തുടരുന്നതിനെതിരെ ആണ് അത് കൊടുത്തത്. അപ്പോൾ കെ.എം. ഷാജഹാൻ, കടകംപള്ളി മനോജ് ഇതിനെതിരെ ശക്തമായിട്ട് പോസ്റ്റ് ഇതൊക്കെ ആയിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തെ തമാശ എന്താണെന്ന് നോക്കണം. ഞാൻ ഈ പൂക്കി ബുദ്ധിമാനാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇയാളെ പൂക്കി പറഞ്ഞു വിടില്ല. ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് അല്പത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അത്ര പ്രശ്നമില്ലാത്ത ഒരു സ്ഥാപനത്തിന്. അതിന് ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഈ ശോഭന ജോർജ് ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് എന്തോ വിവാദങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ വൈസ് ചെയർപേഴ്സനെ മാറ്റണം. ഇത് മാറ്റിയില്ല. മാറ്റിയെന്ന് ചോദിച്ചാൽ ഒരു പദവിയും കൊടുക്കാതല്ല മാറ്റിയത്, ഔഷധിയുടെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടാണ് മാറ്റിയത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ കെ.എ. രതീഷിനെ എന്തോ നല്ലൊരു പോസ്റ്റ് ഉറപ്പാക്കും. കെ.എ. രതീഷിനെ വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റിലോട്ട് മാറ്റിയിട്ട് ഈ 3 ഇടത്തുനിന്നും മാറ്റി പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു വിവരം, കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം ആളാണ്. കുഞ്ഞാലിക്കുട്ടിയാണ്. എല്ലാവരും സ്വന്തം ആളാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ കുറച്ച് കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം ആളാണ്. അപ്പം എങ്ങനെ ഇയാൾ 2 ഗവൺമെന്റിന്റെ സ്വന്തം ആളായിട്ടിരിക്കും? അപ്പോൾ 2 ഗവൺമെന്റിനും ഇയാളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഗവൺമെന്റിനല്ല, നേതാക്കന്മാർക്ക്. അപ്പോൾ ഇയാൾ അവിടെ കേബിൾ TV ഓപ്പറേറ്റർ. അതെ, കൊല്ലത്തങ്ങാണ്ട്. അവിടെ നിന്നാണ് അയാൾ ഈ ഇതിലേക്ക് വരുന്നത്. വ്യവസായ വകുപ്പിൽ തോട്ടണ്ടി നേരിട്ടങ്ങ് MD ഒക്കെ ആവുകയാണ്. മറ്റേ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD ആവുന്നു. പിന്നീട് പുള്ളി വെച്ചടി കയറ്റമാണ്. ഈ ചന്ദ്രശേഖരന്റെ ബന്ധുവാണ് ഇയാളെന്ന് പറയുന്നത്. INTUC നേതാവ് R. ചന്ദ്രശേഖരൻ, കശുവണ്ടി ചന്ദ്രശേഖരൻ. പക്ഷെ പിണറായിയുടെയും കൂടെ ആളായതുകൊണ്ട് ശരിക്കും അതിനകത്ത് യഥാർത്ഥ വസ്തുത ഈ രതീഷിന് വേണ്ടിയാണ് പിണറായി ഇത്രയും പൊതിഞ്ഞു പിടിക്കുന്നത്. ഇപ്പം ചേന നനയുമ്പോൾ പിന്നെ അടുത്ത് നിൽക്കുന്ന ചീര നനയുമെന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന രതീഷിനെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്ന ചന്ദ്രചേരനെയും കൂടെ അങ്ങ് പിടിക്കും. അതാണ് സ്വന്തമല്ലേ, അങ്ങനെയാണ് വന്നത്. അതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞിരിക്കുകയാണ് സർക്കാരിന്. എന്താവും വി.ഡി. സതീശന്റെ മറുപടി എന്ന് തോന്നുന്നു. ഈ 3 സ്ഥാനത്തുനിന്ന് ഇപ്പം മാറ്റും, എന്നിട്ട് വേറെ നല്ലൊരു പദവി കൊടുക്കും. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറയും, ഹൈക്കോടതി പറഞ്ഞപ്പോഴേ ഞങ്ങൾ മാറ്റിയില്ലേ. സർക്കാരിനെ ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതി പറയേണ്ടി വന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രശ്നം. ഹൈക്കോടതി ചോദിച്ചു, അഴിമതിക്കാരൻ ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇവർക്കറിയാം. ഇവരെന്താണ് ചെയ്യേണ്ടത്?
ഇത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ ആരേലും ഒരാൾ ഹൈക്കോടതി പൊതു താല്പര്യ ഹർജിയുമായിട്ട് പോകും. ഹർജിയുമായിട്ട് പോയി കഴിഞ്ഞാലുള്ള സംഭവം എന്താണ് വരുന്നത്? അത് ഉടനെ ഹൈക്കോടതി എടുത്തിട്ട് സർക്കാരിനെ അലക്കും. ശരിക്കും പറഞ്ഞാൽ രതീഷിനെ PSC ചെയർമാനാക്കാൻ കൊള്ളാം അല്ലെ? അയാളെ യോഗ്യത വെച്ച് ഇപ്പോഴത്തെ നിലവിലെ PSC കഥകൾ കേൾക്കുമ്പോഴേ അതെ PSC ചെയർമാനാണ് ഏറ്റവും യോഗ്യനായ ഒരാളാണ്. പ്രായം കൂടി പോയി, കുറച്ച് 67 വയസ്സായി പോയി. അത് ഞാനിപ്പോൾ ഈ PSCയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാനിങ്ങനെ ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ അനിരു അശോകൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടറുണ്ട്. അദ്ദേഹമാണ് ഈ PSC പരീക്ഷയിലെ PSCയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ ചോർന്ന് ഡാർക്ക് വെബിൽ വന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത എടുത്തും മാധ്യമത്തിൻ്റെ സമീപകാലത്ത് വന്നതിൽ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. എന്നാൽ ഇതന്വേഷിക്കാതെ ഇവർ ചെയ്തെന്താണെന്നറിയാമോ? ഇയാളെ പ്രതിയാക്കി കേസെടുത്ത്. ആരെ? ഈ അനിരുവിനെ. നിങ്ങൾക്ക് എങ്ങനെ ഈ വാർത്ത കിട്ടിയെന്ന് പറയണമെന്നുള്ളതാണ് അവർക്ക്, അതാണ് അറിയേണ്ടത്. എന്നാൽ ഈ പോയ സംഭവമൊക്കെ കറക്റ്റാണ്, വാർത്ത കംപ്ലീറ്റ് കറക്റ്റാണ്. അവർക്ക് അന്വേഷിക്കേണ്ടത് എന്താണ്? വാർത്ത എങ്ങനെ കിട്ടി? അല്ല, അവർക്കൊന്നും ബാധകമല്ലല്ലോ. എന്നിട്ട് അയാളുടെ ഫോൺ പിടിച്ചെടുക്കാൻ പോയി. ഇതിപ്പോൾ നമ്മുടെ എൻ്റെ കാര്യം പറഞ്ഞ പോലെ അയാളെ പ്രതി എടുത്തിട്ട് അയാളുടെ ഫോൺ പിടിച്ചെടുക്കാൻ പോയി. അയാൾ എന്ത് ചെയ്തു? അയാൾ ഹൈക്കോടതിയെ സമീപിച്ചു, അയാളുടെ ഫോൺ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഗംഭീരമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു മന്ത്രി പങ്കെടുത്താണെങ്കിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതിനിടയ്ക്ക് നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതായത് ഈ ഖാദിയുടെ റിബേറ്റ് സെയിൽ ഉണ്ടല്ലോ, ഓണം സെയിൽ. ഈ ഓണം സെയിലിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്നും മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. ഇത് സതീശൻ എന്ത് ചെയ്യുന്നറിയാമോ? സതീശനെ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതിന് പകരം ഉദ്ഘാടനം ചെയ്താൽ ഇയാളുടെ കൂടെ നിൽക്കേണ്ടി വരും, നിന്ന് പടം എടുക്കേണ്ടി വരും, ഫോട്ടോ എടുക്കേണ്ടി വരും. അതിന് സതീശൻ ഇതിൽ നിന്ന് പതുക്കെ വലിഞ്ഞിട്ട് K മുരളീധരൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. പാവം ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ മന്ത്രി മുരളീധരനാണ് ഇയാളുടെ കൂടെ നിന്ന് ഉദ്ഘാടനം കാണിച്ചത്. എന്നിട്ട് ഇയാളെ ഒരു പണി ഒപ്പിച്ചു. എല്ലാ ജില്ലയിലും ഉദ്ഘാടനം വെച്ചു, അതായത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരെ വെച്ചിട്ട്. എന്നിട്ട് ഓരോരുത്തടത്തും പുള്ളി പോയി ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്, ചേർന്ന് നിന്ന് പടം എടുക്കുകയാണ് ഈ രതീഷ്. എന്ന് പറഞ്ഞാൽ, എടാ നീയൊക്കെ എന്നെ എന്ത് ചെയ്യാനാണ്? ഞാനിവിടെ തല ഉയർത്തി നിൽക്കുന്നു, എന്നെ നീ ഒന്നും ചെയ്യാൻ. ഏതായാലും ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഖാദി ബോർഡിലെ ജീവനക്കാർക്കെല്ലാം ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി കിട്ടുമെന്നാണ് പറയപ്പെട്ടത്. ഇയാൾക്കെതിരെ കോടതി പരാമർശം എന്നുണ്ടായോ അന്ന് ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി ഇവർക്ക് കൊടുക്കുന്നതാണ്. എനിക്കിത് ഉല്ലാണെന്നുള്ള കോടതി. അതെ, ഇപ്പോഴും ഇയാളെയൊക്കെ വീണ്ടും സംരക്ഷിക്കും. കാരണം എല്ലാവർക്കും ആവശ്യമുണ്ട് ഇയാളെ കൊണ്ട്. സർക്കാർ മാറിയതെങ്കിലും സർക്കാരിന്റെ സ്വഭാവം മാറുന്നില്ല. കോമൺ ആണ്, മനസ്സിലായില്ല? തുടർച്ചയാണ്. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊരു സർക്കാർ. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇത്ര രൂക്ഷമായ വിമർശനം കോടതി ഭാഗത്തു നിന്ന് വന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് വരാതിരിക്കാനാണ് മുൻകൈ എടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന രതീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്ത സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും ഇയാളെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവർ പതുക്കെ അവിടെ നിന്ന് അങ്ങ് മാറ്റിയിരുന്നിട്ട് ഇവരെവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ട് ആരും അറിയാത്ത ഒരു വകുപ്പിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിലും ഈ കുഴപ്പം വരത്തില്ലായിരുന്നു. നാളെ കേരളം BJP ഭരിക്കാൻ വന്നാലും ഇയാൾ തന്നെയായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ. അതെ. അപ്പം ഇതിനകത്ത് ഈ ഖാദി ബോർഡെന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ അന്തിമ അധികാരി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിൽ ഈ ഖാദി ബോർഡ് ഉണ്ടെങ്കിലും ഖാദി വ്യവസായ കമ്മീഷനുണ്ട്, കമ്മീഷൻ കേന്ദ്രം. അവർ തീരുമാനിച്ചാൽ മതി ഇയാളെ മാറ്റണമെങ്കിൽ ഇയാളെ മാറ്റാം. അവർ കേന്ദ്രം സർക്കാരിനോട് പറഞ്ഞാൽ മതി. അത് ഇവിടുത്തെ BJP സമ്മതിക്കും. കണ്ടക്ഷണത്തിന് അവരും ഇയാളെ സ്വന്തക്കാരായിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പം രതീഷിനെ സംരക്ഷിക്കാൻ പോയി പൂക്കി നാറി നാശകോടാലിയായി നിൽക്കുകയാണ്. ഇന്നത്തെ ഈ കോടതി പരാമർശം പൂക്കിക്ക് ഭയങ്കര തിരിച്ചടിയാണ്. പക്ഷേ അദ്ദേഹം നാളെ വന്ന് കണ്ണിറുക്കിക്കൊണ്ട് വന്നിട്ട് പറയും, ഇത് ഞങ്ങൾക്കുള്ള തിരിച്ചടിയൊന്നുമില്ല, സർക്കാർ കോടതി പറഞ്ഞപ്പോഴേ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തന്നെയാണ് അജിത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അത്രേ ഉള്ളൂ. അജിത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇല്ല, അയാൾ നടത്തിയ ബാക്കി ക്രമക്കേട് ക്രിമിനൽ കേസ് എടുക്കേണ്ടത് എടുത്തിട്ടില്ല. MR അജിത്കുമാറിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടില്ല. അയാളെ സസ്പെൻഡ് ചെയ്തതിന് അതിൻ്റെ ഉത്തരവ് എന്താണ്? അയാൾ അവിടെ ക്രമക്കേട് കാണിച്ചു എന്നുള്ളത് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് അജിത്തിനെതിരെ കേസെടുക്കുന്നില്ല? കേസെടുക്കാൻ പറ്റില്ലല്ലോ. അവർക്കെല്ലാം വേണ്ടി ഇറങ്ങുന്ന അത്തരത്തിലുള്ള ആളുകളല്ലേ. രതീഷിന് വേണ്ടി എല്ലാം ലോകത്തിലേറ്റ വമ്പന്മാർ ഇറങ്ങുമ്പോൾ MR അതിന് വേണ്ടി ഇറങ്ങും. ഇതുപോലത്തെ ആളുകളുടെ ആണ് ഇന്നത്തെ ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അതിവിടെ നമ്മുടെ നാട്ടിൽ ആര് ഭരിച്ചാലും ഇത്തരം ആളുകൾക്ക് തന്നെയായിരിക്കും, അവിടെ അവതാരങ്ങൾക്ക് തന്നെയായിരിക്കും പ്രധാന സ്ഥാനം. പിന്നെ ഇവരെല്ലാവർക്കും കിട്ടുന്ന വിധം എല്ലാവർക്കും വിധിച്ച് കൊടുക്കുമായിരിക്കും. അതെ, അല്ലെങ്കിൽ പിന്നെ അവരങ്ങനെ അടുപ്പിക്കില്ല. ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ രാഷ്ട്രീയക്കാരങ്ങനെ അടുക്കില്ല, എല്ലാവർക്കും ഉള്ളത് പങ്ക് കൊടുക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ഹൈക്കോടതിയുടെ ആ ഒരു പരാമർശം സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി ഹൈക്കോടതി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവർ മാറ്റുമെന്ന് കണ്ടറിയണം.
മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഹൈക്കോടതി എടുത്തിട്ട് അലക്കും അത്ര അത്രേ വരാൻ പോകുന്നുള്ളൂ.